നാദാപുരം ഗ്രാമപഞ്ചായത്ത് പുതുക്കിപ്പണിയുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. നാദാപുരത്തിന്റെ വളർച്ച വലിയ നഗരങ്ങളോട് കിടപിടിക്കുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. കേരളത്തിലെ ഗ്രാമങ്ങളെല്ലാം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പുതുക്കിപ്പണിയുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാദാപുരത്തിന്റെ വളർച്ച വലിയ നഗരങ്ങളോട് കിടപിടിക്കുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാദാപുരം ഇന്ന് പഞ്ചായത്താണെങ്കിലും നഗരത്തിന്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലയിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാദാപുരം മാത്രമല്ല, യഥാർത്ഥത്തിൽ കേരളമാകെ ഒരൊറ്റ നഗരമാണ്. അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് എന്നോ ലണ്ടൻ എന്നോ പാരീസ് എന്നോ ആയിരിക്കില്ല മറുപടി, കേരളം എന്നായിരിക്കും മറുപടി. 3.5 കോടി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒറ്റ നഗരമാണ് കേരളം. ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട്. നഗരത്തിന്റെ ഒരു തുടർച്ചയാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രത്യേകത കണക്കിലെടുത്ത് ചില പഠനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 2035 ആവുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയിൽ 95% നഗരവാസികളായിരിക്കുമെന്നാണ് ഒരു പഠനം. ധാരാളം സമാനമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ തോത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ്, ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണ്. അതിവേഗത്തിൽ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുകയാണ്. ലോകത്താകെ നഗരവൽക്കരണത്തിന്റെ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറും. ജോലി, ഉപജീവന മാർഗം, ബിസിനസ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കുടിയേറും. കേരളത്തിൽ പക്ഷെ പ്രത്യേകതയുണ്ട്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേറുകയല്ല, നഗരം ഗ്രാമത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ. ഇപ്പൊ നാദാപുരത്തിന്റെ മാത്രം സവിശേഷതയല്ല, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും അതിവേഗം നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ് സ്കൂളിനും കക്കംവെള്ളി ആരോഗ്യ ഉപകേന്ദ്രത്തിനും കെട്ടിടം പണിയാൻ 22 സെന്റ് സ്ഥലം ജനകീയ പങ്കാളിത്തത്തിൽ ലഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും മന്ത്രി അനുമോദിച്ചു. 14 കോടി രൂപ ചിലവിലാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം. 21 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ബേസ്മെന്റ്, ബസ് ബേ, വെയിറ്റിംഗ് ഏരിയ, ലൈബ്രറി ഹാൾ, 200 പേർക്കിരിക്കാവുന്ന ശീതീകരിച്ച മിനി കോൺഫറൻസ് ഹാൾ, കടമുറികൾ, ലിഫ്റ്റ് എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മിതി പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായിരിക്കും. പൂർണ്ണമായും സ്റ്റീൽ പ്രീഫാബിൽ നാദാപുരത്താദ്യമായാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത്. ചടങ്ങിൽ ഇ.കെ. വിജയൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. വനജ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി.കെ. ദിനേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം CBM നജ്മ, C.K. നാസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.